നമ്മളിപ്പോൾ ഉള്ളത് വിക്രമസിംഗപുരം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ്. വിക്രമസിംഗപുരം എന്ന് പറയുന്നത് തിരുനെൽവേലിയിൽ നിന്നും നമ്മുടെ തെങ്കാശി പോകുന്ന വഴിക്ക് നമ്മുടെ അഗസ്ത്യമല എന്ന് പറയുന്ന ആ ഒരു വനത്തിൻ്റെ ആ ഒരു സമീപത്തായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ടൈഗർ റിസർവിൻ്റെ സമീപത്തായിട്ട് വരുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. പാപനാശം എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമൊക്കെയുള്ള ആ ഒരു ഗ്രാമത്തിനടുത്തുള്ള വിക്രമസിംഗപുരം എന്ന് പറയുന്ന ഗ്രാമത്തിന് സമീപത്ത്, കാടിന് സമീപത്ത്, ഒരു മലയുടെ താഴ്വാരത്തുള്ള ഒരു ചെറിയ ഒരു ഗ്രാമത്തിലുള്ള ഒരു കുഞ്ഞി ഫാം സ്റ്റൈലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ടെക് ട്രാവലീറ്റിന്റെ ഒരു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പിന് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ഫാം സ്റ്റൈലാണ് പോയി താമസിക്കാൻ പോകുന്നത്. ആ ഫാം സ്റ്റൈലിലേക്കുള്ള ഓഫ് റോഡിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടെ അയ്യോ അയ്യോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാം സ്റ്റൈലിലേക്ക് പോകുന്ന വഴിയാണ് നോക്കിയേ, അടിപൊളി. ഇവിടെ റോഡ് പോലും ഇല്ല. കുറച്ച് നേരമൊക്കെ റോഡ് ഉണ്ടായിരുന്നു. അവസാനത്തെ 400 മീറ്റർ റോഡും കാര്യങ്ങളൊന്നും ഇല്ല. നിനക്ക് വേറെ എന്തിനെങ്കിലും തൊടണോ? ഒരു കഴുവേനെ എടുത്തു വരട്ടെ, മടിയിൽ ഇരുത്തുവോ? വേണോ? കടുവനെ പാല് കൊടുക്കണോ? നമുക്ക് തായ്ലൻഡിൽ പോയിട്ട് കൊടുക്കാം കേട്ടോ. ആ, ചെറിയ മോഹങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും അല്ല, വലിയ വലിയ ആഗ്രഹങ്ങളാ. ഗേറ്റ് ഒക്കെ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. ആന വരാതിരിക്കാൻ വേണ്ടിയുള്ള ഫെൻസിങ് ഒക്കെ ഉണ്ട്. ഇവിടെ ഫുൾ കൃഷിയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ആ കാട്ടിലെത്തിയിരിക്കുകയാണ്. കാട്ടിൽ ഇവിടെയാണ് നമ്മൾ അറിയോ, മനസ്സിലായോ? അതിന്റെ ഈ കാണുന്ന ബിൽഡിങ്ങില് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഭയങ്കര ശാന്ത സുന്ദരമായിട്ടുള്ള അങ്കിളിന്റെ ഒരു മോളുണ്ടെന്ന് നീ മനസ്സിലായി കണ്ടോ? പട്ടിയല്ല, ആ അങ്കിളിന്റെ 3 വയസ്സുള്ള ഒരു മോളുണ്ടെന്ന്. ചേതാ അടിപൊളി തീരുമാനമായി. ഇന്നിവിടെ തകർക്ക് ഞങ്ങൾ നോക്കി നടന്നില്ല, വീഴും. മോൾ ഉറങ്ങിയുണ്ട്. അതെ, കുളമൊക്കെ ഉണ്ട്. Do you have any pond or something here? We have a pond nearby. If time permits, we can. If it doesn't rain and it's Okay, fine. the journey is little tough to the pond. Okay. Because it's raining on and off. It's wet. The fields. We have to cross the fields and then go to the. So Enjoy. Directly we are going to have. Yeah, I just called Nushi. She's the one who prepared the lunch, so she'll be able to give her. Okay. എങ്ങനെയുണ്ട് ശ്വേത സെറ്റപ്പ്? പീസ്ഫുൾ അല്ലേ? ഭയങ്കര രസമുള്ള ഒരു കാട്ടിനുള്ളിൽ വന്ന് താമസിക്കുന്ന ഒരു ഫീല്. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ ലഞ്ചൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞായിരുന്നു. എന്താ രിഷ, എന്തിനെ കാണാം? മോൾ ഉറങ്ങുവാണെന്ന് തോന്നുന്നു. മോൾ ഉറങ്ങുവാണ് കേട്ടോ. മോൾ ഉറക്കം കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ഇതിലെവിടെയാണ് നമ്മുടെ മുറിയെന്ന് തോന്നുന്നു. ഇതിന്റെ മേളിലാണെന്ന് തോന്നുന്നു. മേളിലോ താഴെ എന്തോ ആണ് മുറി. ഈ സുധാകർ എന്ന് പറഞ്ഞ ഈ പുള്ളിയുടെയാണ് ഈ ഒരു ഫാം സ്റ്റേ. പുള്ളിയുടെ ഫാമാണ്. അതിൻ്റെ നടുവിൽ പുള്ളിയും പുള്ളിയുടെ ഭാര്യയും മോളും കൂടെ താമസിക്കുന്നത്. 4000 രൂപയാണ് നമ്മൾ 4 പേർക്ക് താമസിക്കാനായിട്ട് കൊടുത്തത്. ഫുഡിന് വേറെയാണ്. ഫുഡ് കാണുന്നുണ്ടെങ്കിൽ എന്നോട് നോൺ വെജിന് 1250 രൂപ 3 നേരത്തെ ഫുഡ്. പിന്നെ വെജിന് 1000 രൂപ 3 നേരത്തെ ഫുഡ്. 2 നേരത്തെ ഫുഡിന് 500, 1 നേരത്തെ ഫുഡിന് 350, അങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അതിന് എക്സ്ട്രാ ആണ്. അപ്പോൾ മൊത്തം 4000 പ്ലസ് 3500 രൂപ വരും ഫുഡടക്കം. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും കൂടെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പൊളിച്ച് ഈ ഒരു ആംബിയൻസിന് മാച്ച് ആവില്ല. നാച്ചുറൽ കുളം വേണം. ഇല്ല ഋഷി, ഇവിടെ നമുക്കൊരു നാച്ചുറൽ പോണ്ട് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് മുമ്പേ കണ്ട ഫോറസ്റ്റിൽ നമുക്ക് പോയി കുളിക്കാം കേട്ടോ. അവിടെ താമരഭരണി നദിയുണ്ട്, അതിൽ പോയി കുളിച്ചാൽ മതിയോ? നദിയിൽ കുളിക്കുമോ ഋഷി, റിവറിലെ? ഓക്കെ. ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി ഇവിടെ ഓർഗാനിക് ഫാമിംഗ് ആണെന്നാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എയർബിഎൻബിയിൽ നിന്നും. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ഈ ദിവസം ഇവിടെ തന്നെ പരിപാടി. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എന്താ പരിപാടി? കിടന്ന് ഉറങ്ങണോ, ഫാം കാണാൻ പോണോ? And this is Mexican tree spinach, Mayan Kirai, Corial, which again grows in our farm. The curd is from our cows. We have some 20 odd cows. We have 20 cows here. Yeah, we have 20 odd desi cows here. Okay. This is banana flower parpunde korandu for you who are vegetarian, right? So I made this for you. okay. That is natu chicken korandu. Not Made by the women who work at the farm. Okay. I don't cook meat. I don't know how to cook meat, so they make. So you are vegetarian? I eat
chicken. Okay, but but- I was raised a vegetarian, so Okay, I don't fine, know. fine, fine. Skills are not Okay. up to the mark. Yeah. Okay, so your name is Naushadia. Okay, and your name is Sudhagar. Namaste. So, ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഇതെല്ലാം. ഐ മീൻ ഉണ്ടാക്കിയ സാധനങ്ങൾ വെച്ചുണ്ടാക്കിയ ഭക്ഷണമാണ് ഇതെല്ലാം. യെസ്. എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ? സൂപ്പർ അല്ലേ? ചിക്കൻ കറി അടിപൊളിയായിരുന്നു. നാട്ടുകോഴിയുടെ ചിക്കനാണ്. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ആ കാ വറുത്താണേലും ഒരു പ്രത്യേകത. എനിക്കൊന്ന് ചെറുപഴല്ലേ ചെറിയത്? വലിയ ഏത്തക്കയാ? നമ്മള് കറക്റ്റായി എടുക്കത്തില്ല, ആ സാധനമാണ് വറുത്തിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ വന്ന ഉടനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമുക്കിനി റൂം ഇതിന്റെ മുകളിലാണ്. ഫാം കാണാൻ പോവാം കേട്ടോ. നമുക്ക് റൂമിൽ പോയിട്ട് റൂം കണ്ടിട്ട് ഫാം കാണാൻ പോവാമേ. Sunnambe is naturally cool inside. Humidity is also. ഓ ഇന്ന് വേണ്ടി പോ. മേളിൽ പോകണ്ട, നമുക്ക് ആദ്യം റൂമിൽ പോകാം. ബാ, കമോൺ. ഈ കാണുന്ന സ്ഥലം കണ്ടോ? ഇവിടെ മൊത്തം ഇദ്ദേഹത്തിന്റെ ഫാമാണേ. ഈ ഒരു ഫാമിന്റെ നടുവിൽ ഇവരിങ്ങനെ ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇവരുടെ വീടാണ്. ഇത് മറ്റേ ഓലയൊക്കെ കൊണ്ട് ഫുൾ നമ്മളൊക്കെ ഷീറ്റ് ഇട്ട് ചെയ്യും. ഏതാ മേളിൽ ചൂട് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഷീറ്റ് ഇടും. പക്ഷെ ഇത് കംപ്ലീറ്റ് ഓല ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓലയും പനയോലയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 മുറിയുണ്ട്. ഇതിലൊരു മുറിയാണ് നമ്മുടേത്. ഋഷി ഇതെന്താ സംഭവം എന്നറിയോ? എന്താ ഇത്? മയിൽപീലി. നമ്മുടെ മയിലില്ലേ, ആ മയിലിന്റെ പീലിയാണിത്. കണ്ടോ? ഇത് ഈ കാണുന്നതാണ് നമ്മുടെ മുറി. അപ്പോൾ ഇവിടെ ഒരു വെൽക്കം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സിസ്റ്റർ സുജിത്തൻ ഫാമിലി ടു വാനവൽ ഫാംസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് മുറി. ഈ മുറി എന്ന് പറയുമ്പോഴത്തേക്കിനും ലക്ഷറിയ സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഇത് ഒരു പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് താമസിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സ്റ്റേ ആണ്. പിന്നെ മിനിമലിസ്റ്റിക് സംഭവങ്ങളും ഓർഗാനിക് ഫാമിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇവിടുത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. AC കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഒരു നാച്ചുറൽ കൂളിംഗ് ഉണ്ട് ഇല്ലേ? മറ്റേ ആ പുള്ളി പറഞ്ഞത് ചുണ്ണാമ്പ് വെച്ചിട്ടെന്തോ, അതായത് അവര് കോൺക്രീറ്റ് വെച്ചിട്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മൊത്തം നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ണാമ്പ് കല്ലും ലൈം സ്റ്റോണും അല്ല അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ്. വീടുകളിൽ കയറുമ്പോൾ നല്ല തണുപ്പായിരിക്കും. തണുപ്പാണ്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈവൻ ആ കഥ കാണാൻ പോലും കണ്ടില്ലേ, പഴയ മറ്റേ പലക വെച്ചുണ്ടാക്കിയ കഥക്. പിന്നെ ഇവിടെ ഒരു കസേര മേശയുണ്ട്. ഫുൾ സംഭവങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു മിനിമലിസ്റ്റിക് സംഭവത്തിന്റെ പരിപാടിയാണ്. കട്ടിലുണ്ട്. പിന്നെ എക്സ്ട്രാ ബെഡായിട്ട് നമുക്കിവിടെ ഒരു മാട്രസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തുണ്ട് അവിടെ? 2 കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ 2 കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ പായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ പാ വെച്ചിട്ടുണ്ട്. മോസ്കിറ്റോ ഒക്കെ അടിച്ചിട്ടുണ്ട്. ഋഷിക്ക് ഫാം കാണാൻ പോവാമേ. പിന്നെ ബേർഡ്സ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ, വെസ്റ്റേൺ ഗാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബാത്റൂം മോഡേൺ ആണ്. എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ബാത്റൂം. ഇതൊരു ഷവർ റൂം. ഓണാക്കരുത്, തലവെള്ളം വീഴും. നല്ല വലിയ ബാത്റൂം. കൊള്ളാം അല്ലേ? അതായത് ഞങ്ങള് 4 പേർക്ക് ഇവിടെ താമസിക്കാൻ 4000 രൂപയാണ് നമുക്ക് ഇവിടെ അവർ തന്നിരിക്കുന്നത്. വേറെ കാര്യം ശ്രദ്ധിച്ചോ? ഇത് മറ്റേ ചിരട്ട. ഇതെനിക്ക് തോന്നുന്നു മറ്റേ പാൽപ്പൊടി. അതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ടൂത്ത് പേസ്റ്റ് ഒന്നുമല്ല. ടൂത്ത് പൗഡർ വെച്ചിട്ടുണ്ട്. പിന്നെ ഹെർബൽ ബാത്ത് പൗഡർ, ഹെർബൽ ഹെയർ വാഷ്, ഹെർബൽ ബാത്ത് പൗഡർ, അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഹാൻഡ് വാഷ് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പുള്ളി വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഞങ്ങൾ അത് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരല്ല, ഞങ്ങള് നാച്ചുറൽ സംഭവത്തിന്റെ ഒക്കെ ആൾക്കാരാണെന്നൊക്കെ പുള്ളി പറഞ്ഞായിരുന്നു. ഹാൻഡ് വാഷ്. ഇത്തരത്തിലുള്ള 2 മുറികൾ ഇവിടെ ഉണ്ട്. ഞങ്ങള് ഒരു റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ പുള്ളിക്ക് മറ്റേ റൂമും കൂടെ തരായിരുന്നു അല്ലേ? സാരമില്ല, നമുക്ക് 4 പേർക്ക് ഇവിടെ കിടക്കാവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് നൈസ്. ഈ ഒരു റൂമിനാണ് 4000 രൂപ ചാർജ് ചെയ്യുന്നത്. എന്താ മുകളിൽ എന്താന്ന് കേറി നോക്കിയിട്ട് വാ. കേറി നോക്ക് എന്താന്ന്. ഈ ഞാൻ വരത്തില്ല, നീ കയറുവോ? ഇതിന്റെ മേളിൽ സ്റ്റെപ്പിന്റെ കയറുവോ? പേടിയല്ലേ നിനക്ക്? എന്നാ കേറി നോക്ക് എന്താന്നുള്ളത്. ഇവിടെ മയിലും ആടും ഒക്കെ ഉണ്ട് കേട്ടോ. തോടാ, നമുക്ക് പോവാമേ. നമുക്ക് ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് പോവാം. ഋഷി മുരിങ്ങയ്ക്ക നിൽക്കുന്ന കണ്ടോ ഇവിടെ? ഇത് കണ്ടോ? ഇത് മുരിങ്ങയ്ക്ക. ഇത് മുരിങ്ങയ്ക്ക കണ്ടോ? മുരിങ്ങയ്ക്ക. ഋഷി സാമ്പാറിനകത്ത് കഴിക്കുന്ന മുരിങ്ങയ്ക്ക ഇല്ലേ, അതാണ് ഈ നിൽക്കുന്നത്. വേണ്ട, ഇത് എന്ത് സ്ഥലമാണെന്നല്ലേ നീ ചോദിച്ചത്? അപ്പപ്പായുടെ പേര് ചോദിക്കാം. അപ്പപ്പ പറയും പേര്. എന്തുവാണ് അപ്പപ്പാന്റെ പേര്? ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ? വിക്രമസിംഗപുരം. വിക്രമസിംഗപുരം. എന്താ പറഞ്ഞേ? സിംഗപ്പൂരാണോ? സിംഗപ്പൂരാണോ? വിക്രമസിംഗപ്പൂരാണോ? ആ. ഞങ്ങൾ ഫാം കാണാൻ പോവാണ്. പശുമ്പേനെ കാണാൻ പോവാണ്. ഇവിടെ എല്ലാ പരിപാടികളും ഉണ്ട്. വെണ്ടയ്ക്ക, പിന്നെ വാഴയുണ്ട്, പപ്പായ ഉണ്ട്. പട്ടി ഇതെവിടെ നിന്ന് വന്ന്?
ഇതിന് ഞാൻ കണ്ടില്ലല്ലോ. I didn't see. So everything is organic, right? Organic. We don't. What's your name? Hello. What is your name? Pani. Pani. Are you Pani? ഹലോ. ഋഷിക്ക് പട്ടി തൊടണോടാ? ബാ തൊട്. ബാ. ഒന്നും ചെയ്യൂല. ബാ. Very sweet. Pani. ഉണ്ടാ. Puri. ഇവിടെ തൊട്, ഇവിടെ തൊട്, ഇവിടെ തൊട്, ഇവിടെ തൊട്. Pani Puri, that snack from Mumbai. So he had a sister called Puri. Puri got picked up by a leopard a few years back, unfortunately. Okay. When she was very young. അത് പട്ടി അതൊന്നും തിന്നത്തില്ല. അപ്പോൾ അവിടെ. ഓ സോ ക്യൂട്ട്. എന്താ പരിപാടി പാനി? എവിടെ? നമ്മുടെ ഇവിടെ ഫാം ടൂറിന് വരുവാണോ പാനി? ആണോ? ഫാം ടൂറിന് വരുവാണോ? റെഡ് ലേഡീസ് ഫിംഗർ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്. I haven't seen that. I don't know. All shapes also, you will find different shapes of lady's finger now across Tamil Nadu. Okay. This is a cherry tomato. You know this. Yeah, that I know. I've seen cherry tomatoes. Multiple varieties. This is a very Yes. kutti variety. Then there is. It's very expensive also. അവൻ തൊട്ടു അതിനെ ഓൾറെഡി. ഞാൻ ആവശ്യത്തിന് തൊട്ടിട്ടുണ്ട്. അവിടെ പട്ടിക്കുട്ടി ഉണ്ടോ? ഋഷ ദേടാ വാഴ പട്ടിക്കുട്ടി. ബാ ബാ അപ്പ കാണിച്ചു തരാം. ബാ. യാ. നിക്ക് ഞങ്ങളിപ്പോ വരാം. We are just coming. We'll just come. We'll see പട്ടിക്കുട്ടി and come. Come. ഇവിടെ പുറകില് ഇവർക്ക് കുറെ പൂക്കൾ തേടി മുല്ലയൊക്കെ നിൽക്കുന്നു. മുല്ല, തുളസി, പിന്നെ ആ പൂ, മുഴിപ്പൂ, മറ്റപ്പൂ, മറിച്ചപ്പൂ, അങ്ങനെ കുറെ പൂക്കള് അത് ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഇവർ താമസിക്കുന്ന വീടാണ്. This is a place you stay, right? Yes. Hello. Hi. How are you? How are you? Shake hand. Are you coming with us? No. Huh? Come. Let's go. We'll play. Come. We'll go to the cow shed. You want to come to the Ba. cow shed with Appa? Yeah, come. ഉള്ളല്ലേടാ ഇവരുടെ വീട്. Cow shed is with mud, built with mud. The Okay. roof is wood and sunnam, chuna, lime. So no cement has been used at all in the entire construction. He went that side. Where is your baby? അവൻ താഴെ എത്തി അവൻ അവിടെ. He's playing with the puppies. So all the materials, all local, all these palmyra, coconut leaf are also from the farm. The mud is from the farm. This plaster is cow dung. That's also from the farm. Okay. The wood is from a nearby farm, palmyra, panamaram only. So minimum cement, only local, sustainable, recycled materials as much as possible. ഋഷി പട്ടിക്കുട്ടിനെ തൊട്ടോ? ബാ തോട്. പതുക്കെ പതുക്കെ പതുക്കെ. അത് പേടിച്ചു പോകും. അത് പേടിച്ചു പോകും. ബാ 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 ബാടാ മുത്ത്. ബാടാ 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 ബാ. ഇന്നാടാ ബാടാ. ദേടാ ദേടാ അപ്പ എടുത്തു ബാ. ഓ ഋഷിക്ക് കിട്ടിയോ? പതുക്കെ പതുക്കെ പതുക്കെ. അവിടെ ഇരിക്കുന്നേ. നീ അവിടെ ഇരിക്കുക. അവിടെ ഇരിക്കുക. ഒന്നും ചെയ്യത്തില്ല. നീ പതുക്കെ അവിടെ ഇരിക്കേ. പതുക്കെ അവിടെ ഇരുന്നിട്ട് തോടെ. നീ അവിടെ ഇരിക്കേ. അവിടെ ഇരുന്നോ നീ? അതിന്റെ മടിയിൽ വെച്ച് തരും. ആ മടിയിൽ വെച്ചോ. മടിയിൽ വെച്ചോ. മടിയിൽ വെച്ചിട്ട് കളിപ്പിച്ചോ. ഹായ്. പിടിക്കടാ. ഇവിടെ ഇരിക്കടാ. നീ ഇവിടെ ഇരിക്കുക. അവിടെ ഇരുത്ത് നീ. എന്നിട്ട് രണ്ട് കൈ കൊണ്ട് പിടിക്കുന്നേ. ആ പിടിക്ക്. ഓ ഇഷ്ടപ്പെട്ട. രണ്ട് കൈ കൊണ്ട് പിടിച്ചോ. അച്ഛ ഉമ്മ കൊടുത്ത്. വാവ് വാവ്. ക്യൂട്ടാണോ പട്ടി? പട്ടിക്ക് മുഖത്ത് ഉമ്മ കൊടുക്കരുത് കേട്ടോ. മതി മതി. ഇനി ഉമ്മ കൊടുക്കണ്ട. ഇനി ഉമ്മ കൊടുക്കണ്ട. മതി. ഇനി വേറെ വലിയ പട്ടിക്കുട്ടിനെ തൊടണം. അത് ശരി. ചെറുതിനെ തൊട്ടൊന്നും പോരല്ലേ? ഇത് ഭയങ്കര ക്യൂട്ടാണാ. ഹലോ ഹലോ. ഇരിക്കുന്നുണ്ടോ? സുഖിച്ചിരിക്കുക. എനിക്ക് വേണം. വരുന്നോടാ വരുന്നോടാ. ഇഷ്ടപ്പെട്ടോടാ. അതായത് അപ്പ എടുത്തോ? ഇതെന്താ? ഹായ്. എന്തുരോ? എന്തുരാ? എന്ത് ക്യൂട്ടാ അല്ലേ? ഇതിനെ പിടിച്ചോ വേണല്ലേ? തമ്പിയുടെ പേരെന്താ? മുകേഷ്. ഓക്കെ. പിടിക്കുന്നോ? നോക്കി പിടിക്കണം കേട്ടാ. പതുക്കെ. ബലം പിടിക്കരുത്. ബലം പിടിക്കരുത്. ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കും. ആ അങ്ങനെ പിടിച്ചോ. അങ്ങനെ പിടിച്ചോ കേട്ടോ. അങ്ങനെ പിടിച്ചോണേ. പിടിച്ചല്ലോ പട്ടിക്കുട്ടിനെ പിടിച്ചല്ലോ അല്ലേ? അച്ചോടാ. ആ മതി മതി. എടി നമുക്കൊരു പട്ടിനെ വാങ്ങണോടി വീട്ടില്. വളർത്തണ്ടേ? അതിനെ അങ്ങനെ വിടാൻ പാടില്ല. പതുക്കെ വേണം വിടാൻ. 25 right now. 25. ഓക്കെ. പശു. പശുവും ബേബി ഒക്കെ ഉണ്ട് കണ്ടോ? ഇതിനെ തൊടണം. ആ നിക്ക അവിടെ. വെയിറ്റ്. You can come touch the ones here. അവിടെ പോയി തൊടാം. ബാ. അവിടെ പോയോ? അതിനെ അവിടെ അമ്മയും ബേബി ഒക്കെ ഉണ്ട് കണ്ടോ? ബേബിനെ തൊട്ടാ മതി. ബേബിനെ തൊടാമേ. ഇത് എത്ര കൗ ഉണ്ടെന്ന് നോക്കി. Jumpy. So you have to be careful around babies. But she's very calm. Usually if you feed her, you want to feed her? You feed her. See, look at this. പശുവിനെ ഫീഡ് ചെയ്യണോ ഋഷിക്ക്? ഇല്ലില്ല. ഇത് ഇവിടെ 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 നിൽക്കേ. ഇവിടെ നിൽക്കേ. ഇവിടെ ഫീഡ് ചെയ്യേ കേട്ടോ. എന്തോടി നിന്റെ അടുത്ത് പാളം ചട്ടിന്റെ ഇതിനെ? Give more. Give more.
She loves eating grass. പേടിക്കണ്ടാ. തൊടണം. പോണ്ട, ഇവിടെ വാ, ഒന്നും ചെയ്യില്ല. She has an injury, so she might be jumpy. You can see she's healing from an injury. I can see that. So that's why she's been very sensitive to people around her. പേടി എന്ന് പറയുന്ന പോലെ അവർക്കും പേടിയുണ്ടാവും. ഋഷിക്ക് പേടിയില്ലേ? അതേപോലെ അവർക്കും പേടിയുണ്ടാവും. പതുക്കെ പോ. She's also jumpy. പേടി കണ്ടോ ഋഷി അവർക്ക്? അത് ബേബി അല്ലേ, അതിന് പേടിയാ കേട്ടോ. She's a little afraid. Both of them are afraid. It's okay. That's... Okay. അവരെ തൊടാൻ പറ്റില്ല, അവർക്ക് പേടിയാ കേട്ടോ. നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യണോ? കൊടുത്തു നോക്കാം. The adults are much more peaceful, you can see. അതിന് വേണ്ട തോന്നുന്നു, അത് വയറ് നിറഞ്ഞിരിക്കുക. ഇവനൊന്നിനും പേടിയില്ലടാ, എല്ലാത്തിനും തുറന്നു പറഞ്ഞോണ്ടിരിക്കുവോ. കണ്ടോ? All desi chicken and desi ducks. This. ഇത് ഡക്ക്. എന്താ ഇത്? ഡക്കി. അത് ഡക്കി, അത് കോഴി. പോരുത് അതിന്റെ അടുത്ത്, അത് കൊത്തും. നോ അതിനെ തുടരുത്, അത് അടയിരിക്കുക. എങ്ങോട്ടോ അത് കൊത്തും. ഇതിനൊരു പേടിയില്ല. അടയിരിക്കുന്ന കോഴിയുടെ അടുത്ത് പോയിട്ട് അതിന്റെ അടിയിൽ മുട്ടയുണ്ട്, അറിയാവോ? എഗ്. അതുകൊണ്ട് അത് അവിടെ ഇരിക്കുന്നേ. മനസ്സിലായോ? തൊടാൻ പറ്റില്ല. We have chicks, tiny chicks. He can pick up. Jugu. She likes scratchies. പതുക്കെ വേണം തൊടാനേ. അതിന് കൊമ്പുണ്ട് കേട്ടോ. She likes this spot a lot. ഇവിടെ തൊടണം കേട്ടോ. ഇവിടെ. She'll keep showing. ഹായ്. Super. അതിന് മതി, അത്രയും തൊട്ടത്. ഇങ്ങോട്ട് വന്നേ. മതി ഫീഡ് ചെയ്തത്. എന്നാ കുറച്ചുകൂടെ ഫീഡ് ചെയ്തിട്ട് വാ. അവൾ കഴിച്ചു അവിടെ ഉള്ളത്. അതിന്റെ വയറ് നിറഞ്ഞ്. കഴിച്ചടാ അവള്. ഇവനെ ഇവിടെ നിർത്താം ഫാമില്. ഇവനിവിടെ ഒരു പണിക്കാരനായിട്ട് കൂടിക്കോളൂ. കുറച്ച് ദിവസം ഇവിടെ നിന്നോളൂ. ഒരു പേടിയില്ലാതെ പോയി നിൽക്കുന്നു. അവനെന്ത് പേടി? അവനൊരു പേടിയില്ല. ഇങ്ങോട്ട് വാടാ. കൊടുക്കടാ, ഇത് പിടിക്കേ. Protein rich. കൊടുക്ക്. എറിയാതെടാ, കയ്യിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അതിങ്ങനെ കയ്യിൽ പിടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കയ്യിൽ പിടിച്ചു കൊടുക്കുക. അത് മമ്പൻ ചെയ്യട്ടെ. ഇങ്ങനെ പിടിക്കുക കേട്ടോ. ഉണ്ടോ? തിന്നുന്നുണ്ടോ? കഴിക്കുന്നുണ്ടോ? കടിച്ച് പറിച്ച് ഒടിച്ച് മടക്കി കഴിക്കുന്നുണ്ടോ? കേട്ടോ. മതി. അത് വയറ് നിറഞ്ഞു. ഇങ്ങോട്ട് വാ. മതിയടാ, മതി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാം. That's a composting area. All this cow dung, chicken poop, duck poop, we can put. അടങ്ങിയിരുന്നേ. കോഴിക്കുഞ്ഞടാ. കോഴിക്കുഞ്ഞിന്റെ ഒക്കെ ഉണ്ടാവും. മെതുവാ. പതുക്കെ വേണേ. അതിന് വേദനിക്കും കേട്ടോ. പതുക്കെ ഉമ്മ കൊടുക്കരുത്. ഉമ്മ കൊടുക്കാൻ പറ്റില്ല. അത് കോഴിക്കുഞ്ഞ്. അതവിടെ ഫീഡ് ഉണ്ടാവും, അത് കഴിച്ചോളൂ. ഇത് ഫീഡ് ഇങ്ങനെ ഇருக்கு பாரு. இதுதான் ஃபீட். അയ്യോ, கேட்போம். അത് തന്നെ എടുത്ത് കഴിച്ചോളൂ. അത് അവിടെ ഉണ്ട്. അത് തന്നെ ഫീഡ്. നോ അതവിടെ ഉണ്ട് ഋഷ. This is സൺഫ്ലവർ ആണത്. മനസ്സിലായോ? There are more varieties in sunflower. Sangappu. ബ്ലൂ കളർ ശംഖുപുഷ്പം. എല്ലാ പൂവും സ്വാഹ. അവൻ എങ്ങനെയൊക്കെയാ കടിച്ചു തൂക്കി നീക്കിച്ചറിയും. വലിയ പട്ടിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത് ഇതെല്ലാം കൂടെ എന്താ ചെയ്ത് நீ பாண்டு வரையும் இங்கே இருக்கியா? இது அங்க அவ்வளவு தூரம் எடுத்துட்டு வர முடியாது. തായിടരുത് കേട്ടോ, അതിന് വേദനിക്കുവേ. പതുക്കെ വേണേ. എവിടെ കൊണ്ടുപോകുന്നത്? ഇഷ്ടപ്പെട്ടോ? ക്യൂട്ടാണോ? അതിനടുത്ത് മടി വെക്കേ. അത് ഇരുന്ന് കൊടുക്കുന്ന കണ്ടില്ലടാ. തലവടിക്ക്. പശുവിന് മതിയെന്ന്. പശു പറയുന്നു പശുവിന് മതിയെന്ന്. പശു ഫുള്ളായിന്ന്.
മതിയെന്നോ? അത് മതി, അതിന് വേണ്ടാന്നിനി. ഇവിടെ കുറേ ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഗിറ്റാറുണ്ട്. നമ്മൾ ഇതിൻ്റെ ഓണറുണ്ടല്ലോ സുധാകർ എന്ന് പറഞ്ഞ പുള്ളി മറ്റേ NIT റൂർക്കലയോ അവിടെ കണ്ട് പഠിച്ചിട്ട് ITC എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അവരുടെ വൈഫ് അവരെ കണ്ടുമുട്ടുകയും പിന്നെ അവർ പ്രണയത്തിലാവുകയും കല്യാണം കഴിക്കുകയും പിന്നീട് ഇവർ ഈ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു 12 ഏക്കർ സ്ഥലമൊക്കെ വാങ്ങിച്ച് ഇവിടെ ഇങ്ങനെ ഫാമിങ്ങും പിന്നെ മിനിമലിസ്റ്റിക് ലിവിങ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ജീവിക്കുകയാണെന്നാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ അവർ വളരെ വിചാരിതമായിട്ട് Airbnb-യിൽ ഇങ്ങനെ നിയർ ബൈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ തപ്പിപ്പിടിക്കാൻ നേരമാണ് ഇവരുടെ ഈ ഒരു ഫാം സ്റ്റേനെ പറ്റി കണ്ടതും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയും വന്നതൊക്കെ. ഞാനിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ പലതരത്തിലുള്ള ലക്ഷറി സ്റ്റേയും ബാക്കിയുള്ള സംഭവങ്ങളും പല കംഫർട്ട് ലെവലിലുള്ള സംഭവങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കിനും പ്രകൃതിയോട് തൊട്ടിണങ്ങി നിൽക്കുന്ന ഇതുപോലെയുള്ള ഈ ഒരു സ്ഥലം എനിക്ക് എൻ്റെ മകനെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ ആശാൻ അവിടെ ഫുൾ മണ്ണിലാണ്. മണ്ണിൽ മാത്രമല്ല അവിടെ ഫുൾ പട്ടയുടെ പുറകെ പൂച്ചയുടെ പുറകിലും പിന്നെ പശുവിൻ്റെ പുറകിലും അതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാലേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും ഇല്ലല്ലോ. പണ്ടൊക്കെയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പട്ടിയും പൂച്ചയും പശുവും ആടും കോഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ജസ്റ്റ് ലൈക്ക് ശരിക്കും ഒരു ഹോം സ്റ്റേ ആണല്ലേ. അവർ പുറകിൽ അവർ ഫാമിലിയായിട്ട് താമസിക്കുന്നു, മുമ്പിലത്തെ 2 വീട് നമുക്ക് വരുന്ന ആളുകൾക്ക് ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. നല്ല ഒരു ആംബിയൻസും നല്ല ഹോം പ്രിപ്പയർഡ് ഫുഡും പിന്നെ ഈ പറഞ്ഞ പോലെ AC പോലും ഇല്ല. പക്ഷെ റൂമിൽ ഫാനൊക്കെ ഉണ്ട്. റൂമിൽ നല്ല തണുപ്പാണ്. പുറത്തിറങ്ങിയപ്പോഴാണ് ചൂട്. റൂമിൽ നല്ല തണുപ്പുണ്ട്. ഇപ്പം നമ്മൾ ചായ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ഇവിടുത്തെ പശുക്കൾ 25 പശുക്കളുണ്ടെന്ന് പറഞ്ഞില്ല, ആ പശുക്കളുടെ പാലെടുത്തിട്ടുണ്ടാക്കിയ ചായ. ഇവരെനിക്ക് തോന്നുന്നു പുറത്തൊന്നും വാങ്ങലില്ലെന്ന് തോന്നുന്നു കേട്ടോ. ആ അരി വരെ മറ്റേ ഇവിടത്തെ എനിക്ക് നമ്മൾ കടമക്കുടി പോയപ്പോഴത്തേക്കിന് അവരുണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ചോറില്ലേ, അത് നമ്മൾ കഴിച്ച ചോറ്. പൊക്കാളി അരി. ഇവിടെ സംതിങ് അതേപോലെ തന്നെ എന്തോ ഒരു സംഭവം. ജോൺ ചേട്ടൻ്റെ ഹോം സ്റ്റേ പോയപ്പോൾ കഴിച്ചതെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇറ്റ്സ് നൈസ്. ഇത് ശരിക്കും ഇപ്പോൾ നമ്മുടെ കോഴഞ്ചേരിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 140 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അതായത് ഇവിടെ നിന്ന് 2.5-3 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എനിക്ക് കോഴഞ്ചേരി എൻ്റെ വീട്ടിലെത്താം. എന്താ ഉദ്ദേശം അപ്പനും മോനും? അങ്ങനല്ല, പയ്യെ ചെയ്യാവും. ചായം കാപ്പി കൊണ്ട് തന്നു. ഇതെന്താ സാധനം എന്ന് പറഞ്ഞാൽ? നാട്ടുചക്കര എന്ന് പറഞ്ഞാൽ ഷുഗർ തന്നെയല്ലേ? ആ ചക്കര എന്ന് പറയുമ്പോഴത്തേക്കിനും ഷുഗറിനെക്കാട്ടി കൂടിയ സാധനമല്ലേ ചക്കര അല്ലേ? നമുക്ക് വേണ്ട ബ്രൗൺ ഷുഗർ എന്ന് വിളിക്കാം. പക്ഷെ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. അപ്പോട്ടെ, സാരമില്ല. അബി പറഞ്ഞ പോലെ കാര്യമായിട്ടുള്ള ചീവീട് ശബ്ദം ഇല്ല. അതൊരു മഴ കൂടെ പെയ്യുമ്പോഴാണ് കൂടുതൽ ചീവീട് വരുന്നത്. മനസ്സിലായോ? നമ്മളെന്തായാലും ഇപ്പോൾ ഈവനിങ് ആയി. എനിക്ക് എൻ്റെ പണി, ഇവൻ്റെ പണി, ശ്വേതയ്ക്ക് ശ്വേതയുടെ പണി, ഋഷിക്ക് ഋഷിയുടെ പണി. ഇച്ചൊക്കെ ഞാനിവിടെ വേറൊരു കോളിലായിരുന്നു. നമുക്കപ്പോൾ ഇവിടെ ഇടിയപ്പം വന്നു. എന്താ ഈ കളർ ഇടിയപ്പത്തിന്? ശംഖുപുഷ്പം ഇട്ട് ഇടിയപ്പം, അതുകൊണ്ടാണ് ഈ കളർ വന്നേക്കുന്നത്. ഡിന്നർ കഴിക്കുകയാണോ? ഋഷി അവിടെ ഡിന്നർ കഴിക്കുന്നു. ഇടിയപ്പം, സ്റ്റൂ ആൻഡ് ഉച്ചക്കത്തെ ചിക്കൻ കറി. വേറെന്താ? തേങ്ങാപ്പാല്. പുള്ളി അവിടെ പുറകെ ഇരുന്ന് ഗിത്താർ വായിച്ചോണ്ടിരിപ്പുണ്ട്. അപ്പം ഇവിടെ പണിയെടുത്തിട്ടിരിപ്പുണ്ട്. കഴിക്കടാ ബാ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മാങ്ങ. എന്ത് മധുരം അറിയാം മാങ്ങയ്ക്ക്. എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്നതായിരിക്കും. എടാ നീ അവനെ കരയിപ്പിക്കരുതടാ. അവനെ ഉറക്കം വന്ന് കിണ്ടിയായിരിക്കുവാടാ. കഷ്ടോടടാ. സോ ഇവിടെ അപ്പപ്പായിക്ക് താഴെ ഇവിടെ കിടക്കുന്നു, നമ്മളിവിടെ മുകളിൽ കിടക്കുന്നു. ദിസ് ഈസ് അവർ റൂം ആൻഡ് വി ആർ ഗോയിങ് ടു സ്ലീപ് അല്ലേ? ഋഷിയസ് ഭക്തൻ, ആർ യു കമ്മിങ് ടു സ്ലീപ്? ഋഷി, കം ഓൺ, ലെറ്റ്സ് സ്ലീപ്. ഇന്ന് പകൽ ഉറങ്ങിയിട്ടേ ഇല്ല ഋഷി. ഞാൻ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ച് എത്തിയ നിമിഷം, എത്തിയിട്ട് ഒരു 1/4 മണിക്കൂർ വരെ ശ്വേതയ്ക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഹൗ ഡു യു ഫീൽ നൗ? അതെനിക്ക് മനസ്സിലായി, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ആണോ? ഞാൻ 1 മണിക്കൂർ ഞാൻ വെറുതെ ഇരുന്നു ഗൈസ്. ഒരു ശബ്ദവും, ഒരു സൈഡിൽ അച്ഛനും ഒരു സൈഡിൽ മോനും, 2 പേരും ഇല്ലായിരുന്നു. ഞാൻ സന്തോഷത്തോടെ എന്റെ മാറ്റ സമയമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. വെരി ഗുഡ്.
ഋഷ പോയി പല്ലേച്ചിട്ടോ എന്നിട്ട് നമുക്ക് ഉറങ്ങാം. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. രാവിലെ 6:30 മണിക്ക് കുണ്ടിക്ക് വെയിലടിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ അടിച്ചോണ്ടിരിക്കുന്നത്. കണ്ടോ, രാവിലെ ഫുൾ വെയിലടിച്ച്. എന്നാലും ഇത്ര രാവിലെ വെയിലടിച്ചിട്ട് എണീക്കുമെന്ന് നമ്മൾ അറിഞ്ഞില്ല. എന്നിട്ട് നോക്കി പാവന്റെ മുത്ത് കിടന്ന് ഉറങ്ങുന്ന നോക്കി, മുഖത്ത് വെയിലൊക്കെ അടിച്ചിട്ട്. അതിൽ 6 മണി ആയില്ല, അതിനൊന്ന് എന്ത് നേരം വെളുത്താൻ അറിയോ? രാവിലെ എണീച്ചല്ലോ എല്ലാവരും. ഇവിടെ ഫുൾ മയിലുണ്ടെന്ന് തോന്നുന്നു. മയിലിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. രാവിലെ പട്ടിക്കുട്ടിയെ കളിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. പോവാം. ഋഷിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പട്ടിക്കുട്ടിയും പശുവും അല്ലേ? പശുവിനെ ഫീഡ് ചെയ്തു. ഋഷിയാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. എടാ പട്ടി കണ്ടപ്പോഴത്തേക്കിനും ഓടി വരുന്നടാ ഋഷി. പതുക്കെ പോ, പേടിപ്പിക്കല്ലേ. കുറെ ഉണ്ട്. ഇല്ല ചെല്ല്. ഹായ്, ഗുഡ് മോർണിംഗ്. വേണ്ട അടങ്ങിയിരിക്കും. എല്ലാരും കൂടെ ഓടി വരുന്നടാ ഋഷ നിന്റെ അടുത്തോട്ട്. എടാ ഋഷി, ഇവന്മാരെന്താടാ ഇന്ന് കൊരയും ബഹളമൊക്കെ ആണല്ലോ? എല്ലാരും കൊരയ്ക്കുന്നത് ഇന്ന്. ഭയങ്കര എനർജി ആണല്ലോ എല്ലാവർക്കും. ഒരു കളിക്കുവാടാ നിന്റെ ഇവിടെ ഋഷ. കളിക്കാൻ വരുന്ന കണ്ടോ? ടുഡേ ദേ ആർ ഫുൾ ഓൺ എനർജി. നക്കുന്നു തന്നെ. ആ പട്ടിക്കുട്ടി അപ്പാടെ കൂടെ കളിക്കുന്നുണ്ടോ പോയിട്ട്? ഒച്ചോടോ, ഇതിന്റെ അമ്മയ്ക്ക് സുഖമില്ല ഈ പട്ടിക്കുട്ടികളുടെ. അപ്പൊ ഇതിനെ കംപ്ലീറ്റ് നോക്കുന്നത് അപ്പയാ. ഹായ്. രാവിലെ കോഴീനെയും പശുവിനെയും കാണാനായിട്ട് വന്നിട്ടുണ്ട് ഫാമില്. ശരിയാ, ഓക്കെ നമുക്ക് പോവാൻ താഴെ. ആ പട്ടിക്കുട്ടി കളിച്ചില്ലേ? ഇനി മതി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ ചെരുപ്പിട്ട് പോവാ. ഇത് റെഡ് റൈസ് വെച്ചുണ്ടാക്കിയിട്ടില്ല. അതെന്തോ ചെയ്താ അങ്ങനെ? നമ്മൾ ഇന്നലെ കഴിച്ച ചോറിന്റെ ഉഴുന്നുവട ഉണ്ട്, ചമ്മന്തി ഉണ്ട്, സാമ്പാർ ബോയ്. കാണിക്കാമേ. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നത്. ശ്വേത, ഇത് സോഫ്റ്റ് ആണല്ലോ. ശരിക്കും ശ്വേത, ഞാനേ ഈ 3 നേരത്തെ ഭക്ഷണത്തിന് 1200 രൂപ കണ്ടപ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി ഭയങ്കര കൂടുതലല്ലേ എന്നാ വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ സെറ്റപ്പ്, ഇവിടുത്തെ ഫുഡും എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് കൂടുതലല്ല. കാരണം നമുക്കൊരു ഹോട്ടലിൽ പോയാലും ഇങ്ങനത്തെ ഫുഡ് കിട്ടില്ല. ഇന്നലെ നമ്മൾ കഴിച്ച പോലെ ഇതെല്ലാം ഒരു ഓർഗാനിക് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇങ്ങനത്തെ ഇഡ്ഡലി ആണെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങൾ എന്തായാലും ലൈക്ക് ഇതൊരു ട്രൂലി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ ഇഷ്ടപ്പെട്ടോ? കഴിച്ചോട്ടോ. അവന് എല്ലാം പുതിയ പഠിച്ച് വരികയല്ലേ, പഠിച്ചോട്ടോ. എല്ലാരോടും ബൈ പറ. അങ്കിളിനോടൊക്കെ ബൈ പറ. ആ ഡോഗി, കൗവ, അവരൊക്കെ അവിടെ. ഡോഗി ഉറങ്ങാൻ പോയി. ഡോഗി കളിക്കാൻ പോയി. ഡോഗി ബൈ പറയണ്ട, ഇവരോട് ബൈ പറഞ്ഞാൽ മതി ഇപ്പൊ തൽക്കാലം. ഇല്ലില്ല, ഞങ്ങള് പോവാ. ഡോഗി പോയി. ഓക്കെ, അപ്പൊ see you, bye. ടാറ്റ കൊടുത്തോ. വന്യനോട് ടാറ്റ പറ. അടിപൊളിയായിരുന്നു അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മമാരോട് ഒരു കാര്യം പറ, നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കുറെ നേരം ഇരിക്കാം. ഇതുങ്ങളെല്ലാം ആ പട്ടിയുടെ പൂച്ചയുടെ എല്ലാം പുറകെ പോകുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാം. നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കുക, എൻജോയ് ചെയ്യുക. ഋഷി ഫുൾ പട്ടിയും പൂച്ചയുടെ പുറകിലായിരുന്നു. ഞാൻ പോലും വേണ്ടായിരുന്നു. മറ്റേ സുധാകരന്റെ കൂടെ ആയിരുന്നു അവൻ ഫുള്ള് കറങ്ങി നടന്നുകൊണ്ടിരുന്നത്. എവിടെ മാറിയില്ലേ? പട്ടി മാറുന്നില്ല ഗൈസ്. ഇവിടെ എന്തുവാ? ഇവിടെ കുറെ കൃഷിക്കാരുണ്ട്. ഈ കൃഷിക്കാര് അവര് ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ടോ? അവിടെ പോയി കാക്കൊക്കെ അവിടെ ഉണ്ട്. നീ അവിടെ പോയി സീറ്റ് ബെൽറ്റ് ഇട്ടേ അല്ലേ? സീറ്റ് ബെൽറ്റ് ഇട്ടേ അല്ലേ? എന്നാലേ പോവുള്ളൂ വണ്ടിയൊക്കെ. അപ്പൊ നമ്മളിപ്പോ തിരിച്ച് കോഴഞ്ചേരി വീട്ടിലേക്ക് പോവാണേ. അവിടെ വീട്ടിൽ പെയിന്റിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ പണിക്കാരെല്ലാം പറഞ്ഞു വിടണം. വീടിൻ്റെ ചുറ്റിനും മുറ്റത്ത് കാടൊക്കെ തെളിച്ച് നെറ്റിലൊക്കെ ഇടുന്ന പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൂടെ കഴിഞ്ഞ് അച്ഛനും അമ്മേനൊക്കെ കൊണ്ട് എറണാകുളത്ത് കൊണ്ട് തിരിച്ചു വിടണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കോഴഞ്ചേരി വീട്ടിൽ പോകുന്നു. നമ്മൾ പോകുന്നത് ഇപ്പോൾ തെങ്കാശി അടുത്താണ്. തെങ്കാശി തെന്മല വഴിയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മളിപ്പോൾ തെങ്കാശി തെന്മല വീഡിയോ എടുക്കുന്നില്ല. നമ്മൾ പിന്നെ വരും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് തമിഴ്നാട് ഫുഡ് കഴിച്ചു മടുത്തിന് നമുക്ക് കേരള ഫുഡ്. നമ്മുടെ ടെക് ട്രാവലിന്റെ ചാനലിന്റെ പ്രാരംഭം എവിടെ നിന്നാണെന്ന് ചേതൊക്കെ അറിയില്ലേ? മൂന്നാർ. യു മിസ്ഡ് ഇറ്റ്. വി മിസ്ഡ് ഇറ്റ്. മൂന്നാറിന്റെ ഭംഗി കാണിക്കാതെ നമുക്ക് ബാക്കി എന്ത് ഭംഗി കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല. സോ ഇനി നമുക്ക് ഇടുക്കി മൂന്നാറൊക്കെ പോകണം. അപ്പം അതിനുവേണ്ടി നമ്മളിപ്പോൾ കേരളത്തിൽ കയറുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വീണ്ടും മൂന്നാർ വഴി നമ്മൾ തമിഴ്നാട്ടിൽ വരും. പിന്നെ നമ്മൾ കേരളത്തിൽ കയറും. പിന്നെ തമിഴ്നാട്, പിന്നെ കേരളം. അങ്ങനെയാണ് പരിപാടി. സോ നൗ വി ആർ ഗോയിങ് ബാക്ക് ഹോം. കുറച്ച് നേരത്തേക്ക് ബാക്കിലിരിക്കുന്നു. അതിനെ പറ്റി പറയരുത്. ഇവിടെ അടിയായിരുന്നു രാവിലെ.
തന്നില്ലേ രാത്രി എറണാകുളത്തുള്ളവർ അന്ന് ഓടിച്ചോളൂ, ഞാൻ ഓടിക്കത്തില്ല. ഞാൻ ഓടിച്ചോളാടാ.